ഹായ് മക്കളെ, ഒരു ഹാപ്പി ന്യൂസ് ആണോ ഒരു ബാഡ് ന്യൂസ് ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. SSLC റിസൾട്ട് മെയ് 9-ാം തീയതിയാണ്, പിന്നെ അതുപോലെ തന്നെ +2 റിസൾട്ട് മെയ് 18-ാം തീയതിയാണെന്ന് ചെറിയ സൂചന ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സാറേ, ഞങ്ങൾ +1 എക്സാം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്നാണ്, അതായത് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്നാണ്. കാരണം അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ +2 കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്താനും എവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള നിങ്ങൾക്കൊരു ധാരണ കിട്ടാനൊക്കെ അതെന്തായാലും വേണ്ടി വരും. അതുകൊണ്ടാണ് +2 റിസൾട്ട് എന്ന് ചോദിക്കുന്നതിന് പുറമെ നിങ്ങൾ കൂടുതലും ചോദിക്കുന്നത് +1ൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ടാണ്. അതേ മക്കളെ, അധികം വൈകാതെ തന്നെ മെയ് 5-നാണെന്നുള്ള ന്യൂസാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ മാറാം, ചിലപ്പോൾ മാറാതിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു 80% ചാൻസും മെയ് 5-ാം തീയതിക്കാണ് ചാൻസ് വരുന്നത്. അതായത് തിങ്കളാഴ്ച നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരും. മക്കൾ, അതിലിനി കുറച്ച് മാർക്ക് കുറഞ്ഞാലും ഇനി മാർക്ക് കൂടിയില്ലെങ്കിലും, കാരണം മാർക്ക് കുറയില്ല, കാരണം നിങ്ങൾ എഴുതിയ മാർക്ക് ഉണ്ടാവും, ഇനി കൂടിയില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. കാരണം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ +1 +2 കൂടി ഒരുമിച്ച് എഴുതിയ കുട്ടികളല്ല നിങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഇമ്പ്രൂവ് ചെയ്തതെന്ന് ഒന്ന് താഴെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കട്ടെ. താങ്ക് യു.